ഹായ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബ്രൈഡ് ടു ബി ആണ് കേട്ടോ. ഏപ്രിൽ 12-നാണുള്ള കല്യാണം. ഇന്നിപ്പോൾ പെരുന്നാളാണ്, മാർച്ച് 31. ഇന്നാണ് ബ്രൈഡ് ടു ബി ഉള്ളത്. മഞ്ചേരി എന്നാണുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ എത്തണം. ഇപ്പോൾ 7:30 ആകുമ്പോഴേക്കും എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:10 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോള് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങാൻ നോക്കട്ടെ. അതിൻ്റെ മുന്നേ ആയിരുന്നു ഷർട്ടൊക്കെ അയൺ ചെയ്ത് കൊടുത്ത് നേരം വൈകിയുണ്ട്. നേരം വൈകിയെന്നല്ല, അതിനൊക്കെ നിന്നു എന്ന് പറയാം കേട്ടോ. അപ്പം ഇനി വേഗം ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇറങ്ങാം. അപ്പോൾ നമുക്ക് പോകാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. 7 മണിയായി. 7:30 ആകുമ്പോഴേക്കും ഇവിടെ അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. മഞ്ചേരി എത്തണം. അപ്പോൾ സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് വേഗം അയൺ ചെയ്തിട്ട് കൊടുക്കട്ടെ കേട്ടോ. ചായ കുടിക്കണോട്ടോ. ചായ കുടിച്ചിട്ട് വേണം ഇറങ്ങാൻ. പൊന്ന് വരുന്നുണ്ട് ഗൈസ്. പൊന്ന് നമ്മുടെ എൻസിലെടുക്കാൻ വരുന്നുണ്ട്. ഉറക്കപ്രാന്തിന് നീറ്റ് വരികയാണ്. ഇനി ഇത് കുടിച്ച് ഞങ്ങൾ നേരെ ഇറങ്ങട്ടെ കേട്ടോ. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ലൊക്കേഷനിലെത്തി. എൻ്റെ മുടിയൊക്കെ കണ്ട ആകെ കോലം കെട്ടി ഹെൽമെറ്റ് വെച്ചിട്ട് ആകെ പതിഞ്ഞ് നിൽക്കുന്നുണ്ട് ഗൈസ്. ഇനി എന്താ ചെയ്യാം. എന്തായാലും നമ്മൾ ലൊക്കേഷനിലെത്തി. ശ്രീന വന്നിട്ടില്ല. ശ്രീനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. എല്ലാവരും അവിടെ ഓളെ സിംഗിൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ കുറച്ചാൾക്കാരും കൂടെ വരാനുണ്ട്. ഓരും കൂടെ എത്തിയാൽ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോസ് തുടങ്ങാം. എൻ്റെ ഭർത്ത് ഇതാ അവിടെ നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളവരിതാ അവിടെ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ശ്രീനനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓളും കൂടെ വന്നാൽ നമുക്കൂടെ ജോയിൻ ചെയ്യാം. നല്ല ഭംഗിയാണ് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങൾ. മലബാർ ഹെറിറ്റേജ് റിസോർട്ട് ആൻഡ് സ്പാ, മഞ്ചേരി. അതാണ് ഗൈസ് നമ്മുടെ ബ്രൈഡ്. ഫോട്ടോഷൂട്ടിലാണ്. എല്ലാവരും എത്തിയില്ല, കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഹായ്. ശ്രീന വന്നു ഗൈസ്. ശ്രീനന്റെ ശരത്ത് വന്നു. ഇവര് രണ്ടാളും കുറച്ചേരം സംസാരിച്ചോട്ടെ. യെസ്. അനക പോസ് മാറ്റി പിടിച്ചോണ്ടിരിക്കാണ് ഗൈസ്. ഓളെ ചിരിക്ക് ഇപ്പോഴും ഒരു കുറവില്ല കേട്ടോ. ആ ചിരി, ആ പണ്ടത്തെ ചിരി അങ്ങനെ തന്നെ ഉണ്ട്. കണ്ടില്ലേ? അപ്പൊ ഞങ്ങള് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇനി ഞങ്ങൾ അടുത്ത നമ്മളെ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട്, അവിടെ പോവാണ്. പേര് എന്നൊക്കെ ഉമേഷ് ഏട്ടനാണ് കേട്ടോ ഫോട്ടോഗ്രാഫർ. നല്ല സ്ഥലമാണ് കേട്ടോ. ഫോട്ടോയും റീൽസ് ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടുകളാണ്. നമ്മുടെ ബോഗൺവില്ല, കടലാസ് പൂവ് വൈറ്റ്. ശ്രീന ഇവിടെ ഓളോ വീഡിയോക്ക് ലോങ് വീഡിയോ, ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ ഭയങ്കര നാണക്കാരനാണ് തോന്നുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ പൊളിയാണ്. നല്ല അടിപൊളി ഫോട്ടോസ് ആണ് കേട്ടോ. പക്ഷെ നല്ല അടിപൊളി ഫോട്ടോസ് ആണ് അല്ലേ? നമ്മളിവിടെ ഇതൊക്കെ സെറ്റ് ചെയ്യാണ്. സ്റ്റേജും കാര്യങ്ങളും ഡെക്കറേഷനാണിത്.
ലിഷ്മാനും. നല്ല കേക്ക്, നല്ല ടേസ്റ്റ് ഉള്ള കേക്ക്. ഏതാ? വാനില ചോക്ലേറ്റും. നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. അനഘേനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായമാണ്. സ്നേഹത്തിന്റെ ഒരു എന്താ പറയാ അടയാളം, അല്ലെങ്കിൽ ചേച്ചിനെ കണ്ട് പഠിക്കണം എന്നൊക്കെ ഞാൻ പറയുള്ളൂ. അത്രയ്ക്ക് സ്നേഹനിധിയാണ്. അതെ. ശ്രീനെ, ഞാൻ പോട്ടെ. ഓക്കെ, ബൈ ബൈ. അപ്പൊ ഇനി ഞങ്ങളും നേരെ വീട്ടിൽ പോട്ടെ കേട്ടോ. വീട്ടിൽ പോയാലും എനിക്ക് നേരെ ചേച്ചിന്റെ വീട്ടിൽ പോണം. ഈ എങ്ങട്ടാ? വീട്ടിലേക്കല്ലേ? അപ്പൊ ഇനി ഹൽദിക്ക് കാണാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചേച്ചിനോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ വരുന്നത്. അവിടെ വീട് പണിയാണ്. അപ്പോൾ ഫുൾ സാധനങ്ങളൊക്കെ പുറത്തൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്സ്റ്റെയർ എടുക്കുന്നുണ്ട്. നയുവിനെ വിളിച്ചിട്ട് വരുന്നേ ഇല്ല. പാറുവിനെ കണ്ടപ്പോൾ തന്നെ പാറു ചേച്ചിനെ വിളിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് പോയിട്ടോ. ചേച്ചി ആകെ ടെൻഷൻ അടിച്ചാവും വരുന്നത്. കാരണം വീട് പണി ആയതുകൊണ്ട് ഫുൾ നിരന്ന് കേൾക്കാൻ അതിൻ്റെ ടെൻഷൻ നല്ലോണം ഉണ്ട്. ഓറഞ്ച് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കാണ് ഗൈസ്. ചേച്ചി ആകെ ടെൻഷനില്ല. ഇങ്ങോട്ട് നോക്ക്, ഞങ്ങള് പറയാതെ വന്നതിന്റെ ടെൻഷനിലാണ് ചേച്ചി. ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഗൈസ്, നമുക്ക് തിന്നാം. ചേച്ചി നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. പെരുന്നാളൊക്കെ അല്ലേ, അപ്പോഴും നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് കഴിച്ചിട്ട് നമുക്ക് പോവാം അല്ലേ ചേച്ചി? എന്താ പറഞ്ഞേ? അപ്പൊ ഗൈസ് ടാറ്റ പറ. ഗൈസ് എന്താ? ഗൈസിനോട് എന്താ പറയാനുള്ളേ? ഓളൊരു കോഴി ലവറാണ്. പിന്നെന്താ? പെറ്റ്സാ? ഓള് പെറ്റാണ് ആ കോഴി കേട്ടോ. എന്താ പേരെന്താ? റെയിനോ? റെയിനു എന്നാണ് കോഴിയുടെ പേര്. ഞങ്ങള് പോട്ടെ. പിന്നെ വരണ്ട്. മുടിയൊക്കെ പാറി പറന്ന്. ചേച്ചി തലേ നോക്കിയെന്ന് അതിൽ മുടി പാറി പറഞ്ഞു. ഇപ്പൊ ഹെൽമെറ്റ് വെച്ച് പോവാനുള്ളല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലേ, ഇങ്ങനെ പോവാം. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. പൊരി വെയില, 1:30 സമയം. പൊരി വെയിലത്താ പോണേ. പോവഞ്ഞി അല്ലപ്പ എന്താ? ഓട്ടെ. ഓളെ തല മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നോക്ക്. ഹായ് അർണ. ഹായ് ഗൈസ്. അവിടെ കുപ്പായിട്ട് വരാൻ പറഞ്ഞില്ലേ? ജിന്റെ അടുക്ക് വരുന്നില്ലല്ലോ 2 ദിവസം നിക്കാൻ. ആ വീടിന്റെ 32 പല്ലും കാണ്ടോ. എൻട്രി മാത്രം ഒഴിവാക്കി. ശ്രീഷ്മേ പോട്ടെ. ടാറ്റ. പോട്ടെ. കുട്ടച്ചൻ വന്നിട്ടില്ല. പോട്ടെ. കുട്ടച്ചൻ വന്നില്ല.
നൈനിക നടന്നോണ്ട്, നൈനിക കുപ്പായിട്ടില്ല. നൈനികേ പോട്ടെ, മേമച്ചി പോട്ടെ. അപ്പോൾ ചേച്ചിൻ്റെ വീട്ടിലൊക്കെ പോരുകയാണ് കേട്ടോ. അപ്പോൾ നൈനും പാറും ഒക്കെ ഇങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പോകുന്നുണ്ട്, പിന്നെ ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞ് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ജിത്തുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രാത്രി അതിൻ്റെ ഒരു സർപ്രൈസ് സെലിബ്രേഷൻ ഉണ്ട്, ചെറുത്. അപ്പോൾ അവനൊരു സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ എല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുകയാണേ. ഹാപ്പി ബർത്ത്ഡേ. വെള്ളം ഒളിച്ചുണ്ടായില്ലേ ഇറങ്ങിയപ്പോ കണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ വിഷു സെലിബ്രേഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.